وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا. സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു റിസ്ക് അഥവാ ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമാണ്. ഓരോ ഒക്ടോബർ 16 വരുമ്പോഴും ഓരോ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാ മുദ്രാവാക്യങ്ങളിലും എപ്പോഴും കാണുന്ന ഒന്നാണ് എല്ലാവർക്കും ഭക്ഷണം കിട്ടണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓരോ നാടും വ്യത്യസ്തമാണ്, ഓരോ രാജ്യവും വ്യത്യസ്തമാണ്, ഓരോ സമൂഹവും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണ കാര്യത്തിൽ പല ഇടപെടലുകളും നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്, എല്ലാ ജീവജാലങ്ങളുടെയും അവകാശമാണ്. ഇതൊക്കെയാണ് എങ്കിലും ഭക്ഷണത്തിന് വേണ്ടി പുതിയ രുചികൾ തേടി നമ്മളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഓരോ പുതിയ റെസ്റ്റോറന്റുകൾ തുറക്കുമ്പോൾ അവിടെ പോയി ഭക്ഷണം രുചിക്കാൻ കുടുംബസമേതം എല്ലാവരും പോകാറുണ്ട്. ഓരോ ഹോട്ടലുകൾ കയറി ഇറങ്ങാറുണ്ട്. ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിന്റെ രുചികളും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരുമാണ് അധിക പേരും. അങ്ങനെയൊക്കെയാണ് എങ്കിലും ലോകത്ത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ടാണ്. ഗസയിൽ ഭക്ഷണം കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തോടൊപ്പം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഭക്ഷണവുമായി മനുഷ്യത്വത്തിന്റെ ഒരു കപ്പൽ പട ഗസയിലേക്ക് പുറപ്പെട്ടിരുന്നു. 479 പേരുള്ള ഒരു സംഘം 44 രാജ്യങ്ങളിൽ നിന്നായി ഫ്ലോട്ടില്ലകൾ ഗസയിലേക്ക് പുറപ്പെട്ടു.
എന്തിനാ പുറപ്പെട്ടത്? അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഭക്ഷണമായിരുന്നു. ഒരു പ്രദേശത്തുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ശുദ്ധമായ വെള്ളം പോലും കിട്ടാതെ പിടച്ച് മരിക്കുന്ന കാഴ്ചകൾ കണ്ട് വലിയ രാഷ്ട്ര നേതാക്കന്മാരല്ല പോയത്. സാമൂഹിക സാംസ്കാരിക കലാരംഗത്തുള്ള മനുഷ്യത്വമുള്ള ആളുകൾ മാനവികതയിലെ മനുഷ്യത്വത്തിന്റെ ഒരു കപ്പലുമായിട്ടാണ് അവർ യാത്ര പോയത്. പക്ഷേ അവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. ആ ഭക്ഷണം പോലും തടയപ്പെട്ടു എന്നതാണ് ലോക ഭക്ഷ്യദിനത്തിന്റെ പുതിയ മുദ്രാവാക്യങ്ങളൊക്കെ രചിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇതിനെ പോലും പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മനുഷ്യന്മാര് മാറിപ്പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് അള്ള ഭക്ഷണം നൽകിയിട്ടുണ്ട്. അള്ള അതിനൊരു ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്രമത്തിനൊക്കെ തടയുന്നത് ആരാണ്? മനുഷ്യനാണ്. ചില ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നുണ്ട്. ബീഫ് കഴിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഖിലാഖിന്റെ കഥ നമ്മൾ വായിച്ചതാണ്. 2023 മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിരവധി പേർ ബീഫ് കഴിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങളാണ് കഴിച്ചത്. അതിനപ്പുറം നമുക്കൊരു ചോദ്യമുണ്ട്. ബീഫ് മുസ്ലിങ്ങൾക്ക് സുന്നത്താണോ, ഫർളാണോ? വെള്ളിയാഴ്ച ബീഫ് കഴിക്കല് പ്രബലമായ ഒരു സുന്നത്താണോ? അങ്ങനെയൊന്നും പ്രമാണങ്ങളിൽ കാണാനില്ല. പക്ഷെ എങ്ങനെയോ ബീഫ് മുസ്ലിങ്ങളുടെ മേൽ ചുമത്തപ്പെടുകയാണ്. നമ്മൾ ബീഫിന്റെ ഒരാളായി മാറേണ്ടതില്ല. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ നടത്തുന്നത് മുസ്ലിങ്ങളല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ആളുകൾ, ഭക്ഷണം തടയപ്പെടുക, അത് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുക, ചില വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ അരയിൽ കെട്ടുന്ന തോർത്തെടുത്ത് തലയിലിട്ടാൽ അവൻ വർഗീയവാദിയാകും. എന്നാൽ മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ അവന്റെ തോളിലിട്ട മുണ്ടെടുത്ത് തലയിൽ കെട്ടിയാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾ വൈകിപ്പോകുന്നു, നമ്മൾ വൈകിപ്പോകുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഞാൻ ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിനൊരു ക്രമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ച് അവനൊന്ന് ചിന്തിക്കുന്നില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച്? നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാറുണ്ട്. പുതിയൊരു ഹോട്ടൽ തുറന്നാൽ അവിടുത്തെ ബിരിയാണിയുടെയും മന്തിയുടെയും പുതിയ ഭക്ഷണ വിഭവങ്ങളുടെയും ടേസ്റ്റ് അറിഞ്ഞ് നമ്മൾ പിന്നെ നോക്കുന്നത് അടുത്ത ഹോട്ടലിനെ കുറിച്ചാണ്. ഇവിടെ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പുതിയ ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് മാത്രം വിൽക്കുന്ന ഒരു കടയിലേക്കാണ് പിന്നെ നമ്മൾ നമ്മളുടെ കാറിൽ കയറി പോകുന്നത്. അവിടെ നിന്ന് ജ്യൂസ് കുടിച്ച് നമ്മൾ പിന്നെ നോക്കുന്നത് ചായ മാത്രം കിട്ടുന്ന ഒരു ഹോട്ടൽ, പ്രശസ്തമായ, അവിടേക്കാണ് നമ്മളുടെ യാത്ര. ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അള്ള ഭൂമിയിലേക്ക് മഴയിറക്കിയിട്ട് വെള്ളമിറക്കിയിട്ട് ആ ഭൂമി ഇങ്ങനെ പടർന്നിട്ട് അവിടുന്ന് ചെടികൾ ഇങ്ങനെ മുളച്ചിട്ട് അവിടുന്ന് പച്ചക്കറിയും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ ഹാറൂൺ റഷീദിന്റെ കഥ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഒരു പ്രഭാഷണം കേട്ടിട്ട് കരയുകയാണ്. അദ്ദേഹം
കരഞ്ഞ് അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ട് ഹാറൂൺ റഷീദ് ഖലീഫയാണ്. അയാൾ തന്റെ ഭൃത്യരോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന്. അപ്പൊ ഈ പ്രസംഗിക്കുന്ന ആള് പറഞ്ഞു, വെള്ളം കൊണ്ടുവച്ച് നിർത്തിയപ്പോൾ പറഞ്ഞു, അവിടെ നിൽക്ക്, വെള്ളം കുടിക്കാതിരിക്കും നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട്, നിങ്ങളുടെ തൊണ്ട വരണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോ ഹാറൂൺ റഷീദ് പറഞ്ഞു, എനിക്കിപ്പോ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഭരിക്കുന്ന ഈ നാടിന്റെ പകുതി വിറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഞാൻ അലയും. അപ്പൊ അയാൾ പറഞ്ഞു, ശരി, നിങ്ങൾ കുടിച്ചോ. അയാൾ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും ഈ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ ഈ കുടിച്ച വെള്ളം മൂത്രമായി പുറത്തു പോകാൻ കഴിയാതെ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോ ഹാറൂൺ റഷീദ് പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ വിറ്റു ഈ മൂത്രം പുറത്തു പോകാനുള്ള ചികിത്സ നടത്തും. ആ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ പോലും വില, ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ അഹങ്കരിക്കുന്ന നമ്മളുടെ ഈ ജീവിതത്തിന്റെ വില. ഒരു പ്രളയം വന്നപ്പോ, ഒരു സുനാമി വന്നപ്പോ പൈസ കെട്ടുകണക്കിന് ബാങ്കിലുണ്ട്, ഒരുപാട് ഓഹരികളിൽ നിക്ഷേപമുണ്ട്, വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്. പക്ഷെ ഒരു കഷ്ണം റൊട്ടി കിട്ടാതെ വിശന്ന് വലഞ്ഞ കാഴ്ചകൾ നേരിൽ കണ്ടവരാണ് നമ്മൾ. അവിടെയാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്, മനുഷ്യരെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹ് എല്ലാവർക്കും നൽകിയതാണ്. അത് തടഞ്ഞു വെക്കാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. ഖുർആൻ പറയുന്നുണ്ട്, ഫലക്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫഖു റഖബ വഇത്ആം ഫി യൗമിൻ ദി മസ്ഖബ. മനുഷ്യരെ, നിങ്ങൾ ആ മലമ്പാതം ഞാൻ താണ്ടി കടന്നിട്ടില്ലല്ലോ. വമാ അദ്റാകമൽ അഖബ, എന്താണ് അഖബ? എന്താണ് ആ മലമ്പാത എന്ന് നിങ്ങൾക്കറിയുമോ? ഫഖു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഒരു വലിയ മലമ്പാത താണ്ടിക്കിടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത്. എപ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്? നമ്മളെ വീട്ടില് കല്യാണത്തിന് കുറെ ഭക്ഷണം ബാക്കി വന്നപ്പോ ചെമ്പൊന്നും പൊട്ടിച്ചിട്ടില്ല, പൊരിച്ച ഒരുപാട് മാംസങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവന്റെ യത്തീംഖാനയിലേക്കുള്ള സ്നേഹം വരും. അപ്പൊ പറയൂ, ഒരു കാര്യം ചെയ്യും, തൊട്ടടുത്ത് അവിടെ യത്തീംഖാനുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത് അവിടെ വൃദ്ധസദനുള്ളത്, അല്ലെങ്കിൽ തെരുവ് കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുത്തയക്കാം. ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ധനം ചെലവഴിക്കേണ്ടതും ഭക്ഷണം കൊടുക്കേണ്ടതും നിങ്ങൾക്ക് ആ ഭക്ഷണത്തോട് വല്ലാതെ ഇഷ്ടമുണ്ടാവണം. നിങ്ങളടുത്ത് കുറെ ഭക്ഷണം ബാക്കി വന്നപ്പോ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതില് വിശ്വാസത്തിന്റെ മനസ്സൊന്നും അവിടെ ഇല്ല. യർമൂക്ക് യുദ്ധത്തിന്റെ ഒരു വേള ഖുർആൻ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇക്രിമയുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. യർമൂക്ക് യുദ്ധത്തില് മരിക്കാൻ കിടക്കുന്ന സമയത്താണ് ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ഒരു സഹാബിയുടെ അടുത്ത് എത്തിയപ്പോ ആ സഹാബി പറഞ്ഞു, എനിക്ക് വേണ്ട, എന്നെ പോലെ ദാഹിക്കുന്ന മറ്റൊരാള് തൊട്ടടുത്തുണ്ട്, അയാൾക്ക് കൊടുക്ക്. അയാളുടെ അടുത്തെത്തിയപ്പോ അയാൾ പറഞ്ഞു, വേണ്ട, എന്റെ അടുത്ത് മറ്റൊരാളുണ്ട് ഇതേ പോലെ ദാഹിക്കുന്ന, അയാൾക്ക് കൊടുക്ക്. അവിടെ എത്തിയപ്പോ അയാൾ മരിച്ചു. തിരിച്ചു വന്നപ്പോ ഇയാള് മരിച്ചു. ആദ്യം പറഞ്ഞ ആള് മരിച്ചുപോയി. ഇതാണ് തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ, തനിക്ക് ഭക്ഷണം വേണം, തനിക്ക് വിശക്കുന്നുണ്ട്,
തനിക്ക് ദാഹിക്കുന്നുണ്ട്. ആ ദാഹത്തോടൊപ്പം മറ്റുള്ളവരുടെ ദാഹവും വിശപ്പും കാണാനുള്ള ഒരു ലോക ഭക്ഷ്യ ദിനത്തെ കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇസ്ലാം പറയുന്ന ഭക്ഷ്യദിനം. അതുകൊണ്ടാണ് അയൽവാസിക്ക് ഭക്ഷണം നൽകൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ബാക്കി വന്നത് അയൽവാസിക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ അത് അയൽവാസി ആരോ ആവട്ടെ, മതമുള്ളവനോ മതമില്ലാത്തവനോ ഏതെങ്കിലും വിശ്വാസിയാവട്ടെ, അവൻ നിന്റെ അയൽവാസിയാണോ? അവൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നീ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നീ വിശ്വാസിയല്ല എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ എന്ന്. അതുകൊണ്ടാണ് നമ്മള് മംഫലോത്തി, അറബി സാഹിത്യകാരനായ മംഫലോത്തി പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അയാള് വയറിൽ കൈവച്ചുകൊണ്ട് യശ്കു, അയാളിങ്ങനെ ആവലാതിപ്പെടുകയാണ്. അപ്പോ അയാൾ ചോദിച്ചു, മിമ്മ യശ്കു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അയാൾ പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ് ഞാൻ കരയുന്നത്. മംഫലോത്തി പറയുന്നു, പിന്നെയും അയാൾ ഇങ്ങനെ നടന്നു, മംഫലോത്തി ഇങ്ങനെ നടന്നു പോകുമ്പോ മറ്റൊരാൾ അയാളുടെ വയറിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. മംഫലോത്തി ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, അൽബിത്തനാണ്, ഒരുപാട് തിന്നിട്ട് ദഹനക്കേടായിട്ട് വയറുവേദനയാണ്. അപ്പൊ മംഫലോത്തി അവസാനം ആ കഥയിൽ അവസാനം പറയുന്നുണ്ട്, ഈ ഒരുപാട് തിന്ന മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ദരിദ്രന് കൊടുത്തിരുന്നെങ്കിൽ രണ്ടു പേർക്കും അവലാതി ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാഹ് മനുഷ്യർക്ക് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതിനോട് കാണിക്കേണ്ട അദബുകൾ കാണിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. കുട്ടികളെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലണം കേട്ടോ, നിനക്ക് ഓർമ്മ വേണം. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് ഒന്നും അല്ല അധികം ചിന്തിക്കേണ്ടത്. ഈ ഭക്ഷണം അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാഹ് എനിക്ക് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് പോലെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരുപാട് സമ്പന്നന്മാരായ ആളുകളുണ്ട് ഈ ലോകത്ത്. അവർക്ക് മധുരം കഴിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ കഴിയുന്നില്ല. കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ട്, അവരുടെ സ്വന്തം കൈകൊണ്ട് പോലും അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. എന്നാൽ എന്റെ റബ്ബ് എന്റെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഭക്ഷണം കഴിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതിന്റെ അദബുകൾ വേണം. വഖുൽ മിമ്മാ യലീക, ഒന്നിച്ച് വാരി തുടച്ച് തിന്നല്ല, നീ നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന്, നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന്. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന പാത്രം, അതില് ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ. നിന്റെ കൈകളിലുള്ള ഭക്ഷണമൊക്കെ നീ നിന്നെ നക്കി തുടച്ച് തിന്ന്, വിരലുകൾ കൊണ്ട് കഴിക്ക്. ഭക്ഷണം കഴിക്കുമ്പോ അപശബ്ദം ഉണ്ടാക്കല്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണ മര്യാദകൾ ലോകത്തിന് സമർപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുലു വശ്റബു, നിങ്ങൾ തിന്നണം, വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കല്ല, ഭക്ഷണം വേസ്റ്റ് ആക്കല്ല. നിന്റെ കല്യാണമായിരിക്കും, നിന്റെ വീട്ടിലെ വീട്ടുകൂടലായിരിക്കും, നിന്റെ വീട്ടിലെ ആളുകളെ സൽക്കാരായിരിക്കും, നിന്റെ പവറും നിന്റെ സാമ്പത്തികമായ പവറൊക്കെ കാണിക്കേണ്ട ഒരു സന്ദർഭമല്ലത്. ആവശ്യമുള്ള ഭക്ഷണം വിളമ്പണം, അനാവശ്യമാവരുത്.
നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളാണ് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ തിന്നോ, നിങ്ങൾ കുടിച്ചോ, പക്ഷേ ഇസ്രാഫ് പാടില്ല. ഒരു ചെറിയ കാര്യത്തിൽ പോലും ഇസ്രാഫ് പാടില്ല എന്ന് ഭക്ഷണ കാര്യത്തെ കുറിച്ച് പറഞ്ഞെടുത്ത റസൂലുള്ളാഹിന്റെ ഹദീസുകളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകഭക്ഷ്യ ദിനം ഒരുപാട് സന്ദേശങ്ങൾ ലോകത്ത് നൽകുന്നുണ്ട്. പക്ഷേ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് നമുക്ക് റിസ്ക് നൽകിയിട്ടുണ്ട്. ആ റിസ്ക് അള്ളാഹ് നൽകിയത് അള്ളാന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് അദബ് പാലിച്ചുകൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നമ്മുടെ റിസ്കിന്റെ കാര്യത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭക്ഷണം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നത് നമ്മുടെ മനസ്സിൽ. രണ്ടാമതായി, ഞാൻ ഒരിക്കലും ഭക്ഷണത്തിൽ ഇസ്രാഫ്, അമിതവ്യയം കാണിക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. 3, എന്റെ ഭക്ഷണം ഹലാലായ മാർഗത്തിലുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത് 3 ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആ രൂപത്തിൽ ഭക്ഷണത്തെ നമ്മൾ സമീപിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അസുഖമായി കിടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ അസുഖങ്ങളൊക്കെ നീ ശിഫയാക്കി അവർക്ക് നീ അനുഗ്രഹം നൽകണമേ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ വഴിയിൽ അബ്ദുള്ള ഹാജി, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ പള്ളിയുമൊക്കെയായി മുൻകാലങ്ങളിൽ വളരെയധികം സഹകരിക്കുകയും ഈ പള്ളിക്കൊക്കെ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് താമസം മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിലായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി. അല്ലാഹു സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ പ്രയാസം അല്ലാഹു ദൂരീകരിക്കുകയും അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم لا تجعلنا مع القوم الظالمين. اللهم لا تجعلنا فتنة للقوم الظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.